സംസ്കൃതിയുടെ കൊമേഴ്സ് ലൈബ്രറി വിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് യൂണിറ്റ് 5 ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതിലെ കുറച്ച് ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സിലബസ് നോക്കാം. അപ്പോൾ ഈ ഒരു പോർഷനിൽ സിലബസിൽ വരുന്നത് ഏകദേശം 10ഓളം ടോപ്പിക്കുകൾ വരുന്നുണ്ട്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ആയിരിക്കും. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ്, കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ ഓഫ് ടു വേരിയബിൾസ്, പ്രോബബിലിറ്റിയിൽ അപ്രോച്ചസ് ടു പ്രോബബിലിറ്റി ആൻഡ് ബേസ് തിയറം, പിന്നെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ്, അതിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ റിസർച്ച്, അതിലെ കോൺസെപ്റ്റ്സ്, ടൈപ്സ്, റിസർച്ച് ഡിസൈൻസ്, ദെൻ ഡാറ്റ, കളക്ഷൻ ഓഫ് ഡാറ്റ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ, sampling and estimation, concept, methods of sampling, probability, non-probability methods, sampling distribution, central limit theorem, standard error, statistical estimation. Then hypothesis testing the topic ആണ്. അവിടെ സെറ്റ് ടെസ്റ്റ്, ടി ടെസ്റ്റ്, അനോവ, ചൈ സ്ക്വയർ ടെസ്റ്റ്, മാൻ ബിറ്റ് ന്യൂ ടെസ്റ്റ്, ക്രൂസ്കൽ വാലിസ് ടെസ്റ്റ് അല്ലെങ്കിൽ എച്ച് ടെസ്റ്റ്, റാങ്ക് കോറിലേഷൻ ടെസ്റ്റ് ആൻഡ് റിപ്പോർട്ട് റൈറ്റിംഗ്. ഇത്രയും പോർഷൻസ് ആണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ വരുന്നത്. അപ്പോൾ നമ്മളൊരു ചാപ്റ്റർ നോക്കുന്ന സമയത്ത് അതിന്റെ സിലബസ് നമ്മൾ കറക്റ്റ് ആയിട്ട് ആദ്യം തന്നെ നോക്കി വെക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ടോപ്പിക്കൊക്കെ മനസ്സിലാക്കി പഠിച്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സിലബസ് നിങ്ങൾ ഓർത്ത് വെക്കുക. നമുക്കെന്നാ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുന്നേ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നും അതിന്റെ കുറച്ച് തിയറീസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. അപ്പൊ അതിൽ ഫസ്റ്റ് മീനിങ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ടേം ഡിറൈവ് ചെയ്തിട്ടുള്ളത് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള സ്റ്റാറ്റസ്, അതുപോലെ ഇറ്റാലിയൻ വേർഡ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റ, ജർമ്മൻ വേർഡ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയിൽ നിന്നാണെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ മീനിങ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സ്റ്റേറ്റ് എന്നതാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് ന്യൂമറിക്കൽ ഫാക്ട്സ് അല്ലെ. ഇറ്റ് റെഫേഴ്സ് ടു സം തിയറീസ്, മെത്തേഡ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ അതിൽ എന്തൊക്കെ വരുന്നുണ്ട്? തിയറീസ് വരുന്നുണ്ട്, ഡിഫറെന്റ് മെത്തേഡ്സ് വരുന്നുണ്ട്, അതുപോലെ പ്രിൻസിപ്പിൾസ് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കൂടി ചേർന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഫാക്ട്സിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് രണ്ട് ഡെഫിനിഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സിനെ മെയിൻ ആയിട്ട് രണ്ട് ഡെഫിനിഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് പ്ലൂറൽ നൗണിലും മറ്റൊന്ന് സിംഗുലർ നൗണിലാണ്. പ്ലൂറൽ നൗൺ എന്ന് പറയുന്ന സമയത്ത് അവിടെ സ്റ്റാറ്റിസ്റ്റിക്സിനെ നമ്മൾ പറഞ്ഞ പോലെ ന്യൂമറിക്കൽ ഫാക്ട്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അവിടെ ഹൊറൈസ് സാക്രിസ്റ്റ് കൊടുത്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആർ ആഗ്രിഗേറ്റ്സ് ഓഫ് ഫാക്ട്സ് affected to a marked extent by multiplicity of causes, numerically expressed, enumerated or estimated according to a reasonable standard of accuracy, collected in a systematic manner for a predetermined purpose and placed in relation to each other. അപ്പോൾ ഹൊറൈസ് സാക്രിസ്റ്റ് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രിഗേറ്റ്സ് ഓഫ് ഫാക്ട്സ് ആണ്, അല്ലെങ്കിൽ ന്യൂമറിക്കൽ ഫാക്ട്സ് ആണ്. അത് നമ്മളൊരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി കളക്ട് ചെയ്തതോ അല്ലെങ്കിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് അനുസരിച്ച് എസ്റ്റിമേറ്റ് ചെയ്തതോ അല്ലെങ്കിൽ മറ്റുള്ള രണ്ട് റിലേഷൻഷിപ്പ് പഠിക്കാൻ വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തതോ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഫാക്ട്സിനെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു സിംഗുലർ നൗണിൽ ഒരു ഡെഫിനിഷൻ കൂടിയുണ്ട്. അത് സെലിഗ്മാൻ കൊടുത്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്. അദ്ദേഹം പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് എ സയൻസ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു സയൻസ് ആണ്. അപ്പൊ ആ സയൻസിൽ എന്തൊക്കെ വരുന്നുണ്ട്? മെത്തേഡ്സ് ഓഫ് കളക്ടിങ്, ക്ലാസിഫൈങ്, കമ്പയറിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ന്യൂമറിക്കൽ ഡാറ്റ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ന്യൂമറിക്കൽ ഡാറ്റാസ് കളക്ട് ചെയ്ത് അതിനെ ക്ലാസിഫൈ ചെയ്യുകയും കമ്പയർ ചെയ്യുകയും ഇന്റർപ്രറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സയൻസ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പിന്നിൽ നമുക്ക് എന്തുണ്ടാവും? ഒരു എൻക്വയറി ഉണ്ടാവും, നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും. ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു എൻക്വയറി ബേസ്ഡ് മൈൻഡ് നമുക്ക് ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സയൻസ് ആണ് അല്ലെങ്കിൽ മെത്തേഡ്സ് ആണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ് സിംഗുലർ നൗൺ പ്രകാരം ഡെഫിനിഷൻ പറയുന്നത്. നെക്സ്റ്റ് നമ്മളുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. നമ്മളെ ഡെഫിനിഷൻസിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇറ്റ് ഷുഡ് ബി ആഗ്രിഗേറ്റ്സ് ഓഫ് ഫാക്ട്സ് affected to a marked extent by multiplicity of causes, numerically expressed, enumerated or estimated according to a reasonable standard of accuracy, collected in a systematic manner for a predetermined purpose and placed in relation to each other. അപ്പൊ ഇത്രയാണ് നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്. Then functions of statistics. It simplifies complexity.
നമുക്കറിയാം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ത് ചെയ്യും, കോംപ്ലക്സിറ്റി ഒക്കെ റെഡ്യൂസ് ചെയ്യും. എങ്ങനെയായിരിക്കും റെഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക? നമ്മളിപ്പോൾ കുറേ ഡാറ്റാസ് കളക്ട് ചെയ്യും. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിലെ പല മെത്തേഡ്സ് ഉപയോഗിച്ച് ഇപ്പോൾ ടേബിൾസും ഗ്രാഫ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ മെത്തേഡ്സ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റയെ നമ്മൾ അത് കാറ്റഗറൈസ് ചെയ്ത് അല്ലെങ്കിൽ ടേബിൾസിലാക്കി മാറ്റും, അല്ലെങ്കിൽ ഗ്രാഫ്സ് ആക്കി മാറ്റും. ആ സമയത്ത് നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള ഈ ഒരു ഡാറ്റയെ തന്നെ അവിടെ നമുക്ക് റിലേഷൻ പഠിക്കുന്നതിനും അതുപോലെ വളരെ പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യുന്നതിനൊക്കെ പറ്റും. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ നമുക്ക് കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യാം, അതും ഡാറ്റയുടെ കോംപ്ലക്സിറ്റി. Then it represents facts in a definite and precise form. നമ്മളിപ്പോൾ പറഞ്ഞു ടേബിൾസും ഗ്രാഫ്സും ഒക്കെ ആക്കി മാറ്റാം നമുക്ക് കിട്ടിയ ഡാറ്റയെ. അപ്പോൾ അതെന്ത് ചെയ്യും, ഡെഫിനിറ്റ് ആൻഡ് പ്രിസൈസ് ഫോമിൽ നമ്മളുടെ ഡാറ്റയെ കെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ഹെൽപ്സ് കണ്ടൻസേഷനും ഹെൽപ്പ് ചെയ്യുന്നു, സെയിം മീനിങ് ആണ്. ദെൻ ഇറ്റ് ഇനേബിൾസ് കമ്പാരിസൺ ഓഫ് ഡാറ്റ. രണ്ട് ഡാറ്റാസ് തമ്മിലോ അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ ഡാറ്റ തമ്മിലോ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇറ്റ് ഹെൽപ്സ് ഇൻ ടെസ്റ്റിംഗ്. നമ്മൾ നേരത്തെ സിലബസ് പറഞ്ഞില്ലേ, കുറെ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഉണ്ട്, അപ്പൊ അതിനൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രഡിക്ഷൻ. ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ പ്രഡിക്റ്റ് ചെയ്യാൻ, അതിപ്പോൾ ഗവൺമെന്റിനായാലും അല്ലെങ്കിൽ ഓർഗനൈസേഷനായാലും ഇൻഡിവിജ്വൽസിനായാലും നമുക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ ഫോർമുലേറ്റിംഗ് പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് സ്റ്റഡീസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് and it enlarges human experience. ഇത്രയാണ് ഫങ്ഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പോൾ ബിസിനസ് ആൻഡ് ബിസിനസ്സിലും ഇൻഡസ്ട്രിയിലൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്താണ്, അവിടെയൊക്കെ ഇന്നവിറ്റബിൾ ആണല്ലേ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ദെൻ ബിസിനസ് മാനേജ്മെന്റ്, എക്കണോമിക്സ്, അഡ്മിനിസ്ട്രേഷൻ, റിസർച്ച്, പ്ലാനിങ്, ഈ ഏരിയയിലൊക്കെ, അതുപോലെ ബാങ്കേഴ്സ്, ബ്രോക്കേഴ്സ്, ഇൻഷുറൻസ് കമ്പനീസ്, ഇങ്ങനെ എല്ലാ മേഖലയിലും സ്റ്റാറ്റിസ്റ്റിക്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ദെൻ ലിമിറ്റേഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇറ്റ് സ്റ്റഡീസ് ഓൺലി ന്യൂമറിക്കൽ ഡാറ്റ. സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ എപ്പോഴും ന്യൂമറിക്കൽ ഡാറ്റ മാത്രമാണ് പഠിക്കുന്നത്. ന്യൂമറിക്കൽ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റാസ് ആണ് അല്ലെ. ഇവിടെ ഒരിക്കലും നമ്മൾ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റകൾ പഠിക്കുന്നില്ല. അതായത് നമ്മളുടെ ബ്യൂട്ടി ആയാലും അല്ലെങ്കിൽ ഹോണസ്റ്റി, അങ്ങനെയുള്ള ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിക്കുന്നില്ല. അത് അതിന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഡസ് നോട്ട് സ്റ്റഡി ഇൻഡിവിജ്വൽ കേസസ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ ആഗ്രിഗേറ്റ് ആയിട്ടാണ് കാര്യങ്ങൾ പഠിക്കുന്നതെന്ന് പറഞ്ഞു. അവിടെ നമ്മൾ ഒരു പെർട്ടിക്കുലർ യൂണിറ്റിനെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ കേസസിനെ എടുത്തിട്ടോ പഠിക്കുന്നില്ല. അതുകൊണ്ട് അതൊരു ലിമിറ്റേഷൻ ആയി പറയുന്നു. ദെൻ റിസൾട്ട്സ് ആർ ട്രൂ ഓൺലി ഓൺ ആൻ ആവറേജ്. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് മേ ബി ട്രൂ ആവാം അല്ലെങ്കിൽ മേ ബി ഫോൾസ് ആവാം. അതൊരു ആവറേജ് മാത്രമാണെന്ന് പറയുന്നു. ഇറ്റ് ഡസ് നോട്ട് റിവീൽ ദ എൻറ്റയർ സ്റ്റോറി ഓഫ് ദ പ്രോബ്ലം. നമ്മൾ പഠിക്കുന്ന ആ ഒരു പ്രോബ്ലം ഉണ്ടാവും അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു എൻക്വയറി ഉണ്ടാവുമല്ലോ, അതിന്റെ മൊത്തമായിട്ടുള്ള ആ ഒരു സ്റ്റോറി സ്റ്റാറ്റിസ്റ്റിക്സ് റിവീൽ ചെയ്യുന്നില്ല. ഓൺലി ദ ഫൈനൽ പ്രൊഡക്റ്റ്, അത് മാത്രമായിരിക്കും ഇതിലൂടെ നമുക്ക് കിട്ടുന്നത്. ഇറ്റ് ക്യാൻ ബി മിസ്യൂസ്ഡ്. അതായത് അറിയാത്ത ആളുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ കൺക്ലൂഷനിലൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിലപ്പോൾ കൺക്ലൂഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്യാം. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് എക്സ്പെർട്ട് യൂസ് ചെയ്താൽ മാത്രമേ അത് നല്ലതാവൂ എന്നുള്ളൊരു അഭിപ്രായം കൂടി ഉണ്ട്. ഓൺലി മീൻസ് ആൻഡ് നോട്ട് എ സൊല്യൂഷൻ. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു വഴിയാണ്, അതൊരു സൊല്യൂഷൻ ആവുന്നില്ല എന്നുകൂടി പറയുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അടുത്തത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ് സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടത്. അതായത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, സെർച്ച് ഫോർ നോളജ് അബൌട്ട് സം പ്രോബ്ലം ത്രൂ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം അല്ലെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ നോളജിന് വേണ്ടി നമ്മൾ സെർച്ച് ചെയ്യുന്നു. അതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ. ദീസ് സെർച്ചേഴ്സ് ഈൽഡ് ഡാറ്റ കൺസേണിങ് എ പ്രോബ്ലം, അതായത് പ്രോബ്ലത്തിന് വേണ്ടിയുള്ളതാവാം. Therefore, statistical investigation carried out by any agency wherein relevant data are collected and they are analyzed with the help of different statistical methods. അപ്പോൾ ഇതൊരു പ്രോബ്ലമായി റിലേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ സാധാരണയായിട്ട് കണ്ടക്ട് ചെയ്യുന്നത് ചില പെർട്ടിക്കുലർ ഏജൻസികളായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ പഠിക്കുകയും റെലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുകയും അതിലൂടെ അതിൽ ആവശ്യമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്, സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് സൊല്യൂഷനോ അല്ലെങ്കിൽ അതിന്റെ ഒരു കൺക്ലൂഷനിലോ എത്തുകയാണ് ചെയ്യുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷനിലുള്ള സ്റ്റെപ്പാണ്
ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്ലാനിങ് ദ എൻക്വയറി. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുന്നതിന് മുന്നേയും പ്ലാൻ ചെയ്യും അല്ലെ. അപ്പൊ അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷനിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പ്ലാൻ ചെയ്യും. അപ്പൊ നമ്മളൊരു എൻക്വയറി കണ്ടക്ട് ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമുക്ക് എന്തൊക്കെ മനസ്സിലാകണം? നമ്മൾ എന്തിനാണ് റിസർച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഈ ഒരു എൻക്വയറി നടത്തുന്നത് എന്നുള്ള ഒരു ചോദ്യം നമുക്ക് ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ ചെയ്യുന്ന ഈ ഒരു എൻക്വയറിയുടെ സ്കോപ്പ് എത്രത്തോളാണെന്ന് നമുക്ക് മനസ്സിലാവണം. അതുപോലെ എവിടെ നമ്മൾ ഈ ഒരു അന്വേഷണം നടത്തണം, അല്ലെങ്കിൽ ആരുടെയൊക്കെ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യണം, നമ്മൾ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് പ്ലാൻ ചെയ്യും. ദെൻ കളക്ഷൻ ഓഫ് ഡാറ്റ, നമ്മൾ അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യും. അപ്പോൾ ഈ ഓരോ സ്റ്റേജിലും നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ തേർഡ് സ്റ്റെപ്പിൽ ഓർഗനൈസേഷൻ ഓഫ് ദ ഡാറ്റ, കളക്ട് ചെയ്ത ഡാറ്റയെ നമ്മൾ ഓർഗനൈസ് ചെയ്യും. ദെൻ ഈ ഓർഗനൈസ് ചെയ്ത ഡാറ്റയെ നമ്മൾ ടേബിൾസും ഡയഗ്രാംസും ഒക്കെ യൂസ് ചെയ്തിട്ട് പ്രസന്റ് ചെയ്യും. ദെൻ അനാലിസിസ് ഓഫ് ദ പ്രസന്റഡ് ഡാറ്റ, ഈ പ്രസന്റ് ചെയ്ത ഡാറ്റയെ നമ്മൾ ഡിഫറെന്റ് മെഷേഴ്സ് യൂസ് ചെയ്ത് നമ്മൾ അനലൈസ് ചെയ്യും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയും മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനും ഒക്കെ. അപ്പൊ ആ മെഷേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ ഈ പ്രസന്റ് ചെയ്ത ഡാറ്റയെ അനലൈസ് ചെയ്യും. അതിനുശേഷം ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ കളക്റ്റഡ് ഡാറ്റ ആൻഡ് ഫോർകാസ്റ്റിംഗ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ആ ഒരു ഡാറ്റയെ ഇന്റർപ്രിറ്റ് ചെയ്ത് ഫൈനലൈസ് ചെയ്യും. അതിനുശേഷം ഫ്യൂച്ചർ ഫോർകാസ്റ്റിംഗിന് വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത്രയും സ്റ്റേജസ് ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറിയിൽ വരുന്നത്. ദെൻ പ്ലാനിങ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒബ്ജക്റ്റ് ആൻഡ് സ്കോപ്പ്, നമ്മളുടെ എൻക്വയറിയുടെ ഒബ്ജക്റ്റും സ്കോപ്പും നമുക്ക് മനസ്സിലായിട്ടുണ്ടാവണം. ദെൻ സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ, നമുക്ക് ഏതൊക്കെ സോഴ്സിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റും അതും നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പ്ലാനിങ് സ്റ്റേജിൽ തന്നെ ഡിസൈഡ് ചെയ്യണം. സാധാരണയായിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ നമുക്ക് ഏതൊക്കെ സോഴ്സസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്? അതെ, പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ടൈപ്പ് ഓഫ് എൻക്വയറി, നമ്മൾ ഏത് തരത്തിലുള്ള എൻക്വയറി യൂസ് ചെയ്യണം. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എൻക്വയറീസ് ഉണ്ട്. അതായത് സെൻസസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് സാമ്പിളിംഗ് മെത്തേഡ് ഉപയോഗിക്കാം. അതുപോലെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് മെത്തേഡ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് അവൈലബിൾ ആണ്. അതിൽ നിന്ന് ഏത് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യണം അത് നമ്മൾ ഡിസൈഡ് ചെയ്യണം. ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന യൂണിറ്റ് ഓഫ് മെഷർമെന്റ്, അതിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് എന്ന് പറയാം. യൂണിറ്റ് ആണ്. അതായത് ഇപ്പം നമ്മൾ ടൈമുമായി ബന്ധപ്പെട്ട, അതായത് ഓരോ ഇയറിൽ വരുന്ന ചേഞ്ചസ് ആണ് പഠിക്കുന്നത് എന്ന് വിചാരിക്കും. ആ സമയത്ത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് എന്താണ്? ആ ഒരു ഇയർ ആണ്, അല്ലെങ്കിൽ ടൈം അല്ലെങ്കിൽ പീരീഡ് ആണ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള, അതിപ്പോ മീറ്റർ ആവാം, അങ്ങനെയുള്ള യൂണിറ്റ്സ് ഉണ്ടല്ലോ, അതാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ ഡിഗ്രി ഓഫ് ആക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ടെസ്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ എൻക്വയറി എന്ന് പറയുന്നത് എന്തായിരിക്കണം? ആക്യുറേറ്റ് ആയിരിക്കണം. നമുക്കറിയാം, ഏതൊരു കാര്യം ചെയ്തു കഴിഞ്ഞാലും അത് ഫുള്ള് ആക്യുറസിയിൽ അല്ലെങ്കിൽ ഫുൾ ഓഫ് ആക്യുറേറ്റ് ആവണമെന്നില്ല. അങ്ങനെ എങ്ങനെയായിരുന്നാലും നമ്മൾ ചെയ്യുന്നതിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ദെൻ കോസ്റ്റ് ഓഫ് ദ പ്ലാൻ, നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ആ ഒരു പ്ലാനിൽ നമ്മൾ കോസ്റ്റ് എത്ര വരും എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇത്രയാണ് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യേണ്ടത്. ദെൻ കളക്ഷൻ ഓഫ് ഡാറ്റ നമുക്കറിയാം, ഇറ്റ് ഇംപ്ലൈസ് ദ അക്കൗണ്ടിങ് ആൻഡ് സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ഓഫ് ദ ഇൻഫർമേഷൻ ഗ്യാതേർഡ് ഇൻ എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷനിൽ നമുക്ക് കളക്ട് ചെയ്യേണ്ട ഇൻഫർമേഷൻ, നമുക്ക് എടുക്കേണ്ട ഇൻഫർമേഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കളക്ഷൻ എന്ന് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ഓൺ ദ ബേസിസ് ഓഫ് ദ സോഴ്സ് ഫ്രം വിച്ച് ദേ ആർ കളക്റ്റഡ് ക്യാൻ ബി ഓഫ് ടു ടൈപ്സ്. അതാണ് നിങ്ങൾ പറഞ്ഞത്, പ്രൈമറി ഡാറ്റ ആൻഡ് ദ സെക്കൻഡറി ഡാറ്റ. അതിൽ പ്രൈമറി ഡാറ്റ ആർ ദോസ് കളക്റ്റഡ് ബൈ ദ ഇൻവെസ്റ്റിഗേറ്റർ ഹിംസെൽഫ് ഫോർ ദ ഫസ്റ്റ് ടൈം ഫോർ സ്പെസിഫിക് പർപ്പസ് ആൻഡ് ദസ് ദേ ആർ ഒറിജിനൽ ഇൻ ക്യാരക്ടർ. നമുക്കറിയാം അല്ലെ, പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റർ അയാളുടെ ഫസ്റ്റ് ഹാൻഡ് ഡാറ്റയാണ് അല്ലെ, അയാൾ ഫസ്റ്റ് കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ്. അത് ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി മാത്രം കളക്ട് ചെയ്യുന്ന ഡാറ്റ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും? ഒറിജിനൽ ആയിരിക്കും. മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത് അതെന്താണ്? ട്രൂത്ത്ഫുൾ ആണ്, റിലയബിൾ ആണ്. അതുപോലെ തന്നെ നമ്മളുടെ പർപ്പസിന്, അതായത് നമ്മൾ പഠിക്കുന്ന ആ ഒരു പർപ്പസിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കും പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. ദെൻ കളക്ഷൻ ഓഫ് പ്രൈമറി ഡാറ്റ പക്ഷെ എന്താണ്? എക്സ്പെൻസീവ് ആണ്, അതുപോലെ തന്നെ ടൈം കൺസ്യൂമിംഗ് ആണ്. അതുകൊണ്ട് തന്നെയാണ് പലരും സെക്കൻഡറി ഡാറ്റ ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമ്മൾ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് കൂടുതൽ എക്സ്പെൻസ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. The following are the methods of collection of primary data which are in common use.
അതിൽ ഫസ്റ്റ് വരുന്നത് ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ, ദെൻ ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ, അതിൽ ടെലിഫോൺ കോൾസ് ഒക്കെ വരാം, ദെൻ ബൈ ഷെഡ്യൂൾസ് ആൻഡ് ക്വസ്റ്റ്നെയേഴ്സ്, ലോക്കൽ കറസ്പോണ്ടൻസ്. അപ്പൊ ഇത് ഈ ഓരോ മെത്തേഡ്സ് ഉപയോഗിച്ച് നമുക്ക് പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാം.